എന്റെ KSUവിന്റെ വിദ്യാർത്ഥി യൂണിയൻ ഞാൻ തുടങ്ങുന്ന അവിടുന്നാണ്. എന്റെ കോന്നി ഉൾപ്പെടുന്ന എന്റെ റവന്യൂ ഡിവിഷൻ ഓഫീസ് ഈ RD ഓഫീസാണ്. തുമ്പമണ്ണ് ജനിച്ചതാണ്. ഈ പഞ്ചായത്ത് ഈ നിയോജകമണ്ഡലത്തിലെ തുമ്പമണ്ണാണ് ഞാൻ ജനിച്ചത്. എന്നെ ഇങ്ങനെ തേജോധം ചെയ്തതിന്റെ പിന്നിലുള്ള ആൾക്കാരുണ്ട് ഒത്തിരി പേര്. ഞാൻ അതെല്ലാം കളക്ടർ കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റിൽ കളക്ടർ അതിനകത്ത് നടപടി എടുക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ നീതിന്യായ വ്യവസ്ഥ അംഗീകരിക്കുന്ന ഒരാളാണ്. ഞാനൊരു കേസിലും പ്രതിയല്ല. ഞാനൊരു കേസിലും നിലവിൽ എന്നെ ആരും ശിക്ഷിക്കുക ഒരു കോടതി പോലും എന്നെ ശിക്ഷിച്ചിട്ടില്ല. ഒരു കേസിലും പ്രതിയല്ല. നിലവിൽ എനിക്ക് ഒരു കേസുമില്ല. ഇതിന്റെ പേരിൽ ഒരു FIR ഇല്ല. അത് അവരോട് തന്നെ പോയി ആളുകളാണ് ഇത്തരം രീതിയിലൊക്കെ പ്രചരിപ്പിക്കുന്ന അവരോട് തന്നെ പോയി ചോദിക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. CPM-ന്റെ എന്റെ നിങ്ങൾ പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ വിളിച്ചത് എന്നോട് ചോദിച്ചതേ ഉള്ളൂ. നിങ്ങൾ മനഃപൂർവ്വം ആരോ പറഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ ഒരു മാസത്തിനുള്ളിൽ പത്തനംതിട്ട പ്രസ് ക്ലബ്ബിൽ വിളിച്ചപ്പോൾ നിങ്ങൾ എന്നോട് ഇവിടുത്തെ വികസനമല്ല ചോദിച്ചത്. എന്റെ പേരിൽ FIR നിങ്ങൾ പോയി അന്വേഷിക്കുക. നിങ്ങൾക്ക് പറ്റുമല്ലോ. വിവരാശ പ്രകാരം നിങ്ങൾ ഞാൻ എന്നെ ഏത് കോടതിയെ ശിക്ഷിച്ചത് നിങ്ങൾ എടുക്കുക. എന്റെ സ്ഥാനാർത്ഥം പിൻവലിക്കാം. അങ്ങനത്തെ FIR തങ്ങൾക്ക് പുതിയ FIR പൊതുമധ്യത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അവരെ പേരിലെടുക്കട്ടെ. നോട്ടീസ് പക്ഷെ അവർക്ക് ഈ നോട്ടീസിന് അത് പങ്കില്ല. ഉണ്ടെങ്കിൽ അവരുടെ പേരോ നോട്ടീസ് നമ്മൾ ആരെയും ഇത് അന്വേഷിക്കണം. നമ്മൾ ആരെയും എതിർ പാർട്ടികൾ ആരും നമ്മൾ പറഞ്ഞില്ല. ഇത് അന്വേഷിക്കണം. സത്യസന്ധമായിട്ട് ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. LDF അല്ലേ ഭരിക്കുന്നത്? 10 വർഷം LDF 10 വർഷമായില്ലേ LDF ഭരിക്കാൻ തുടങ്ങിയിട്ട്? ഇല്ലേ 10 വർഷമായില്ലേ? അന്വേഷിക്കാൻ ഞാനിപ്പോഴും ഒരു കോടതി അല്ല. ബഹുമാനപ്പെട്ട ചാനലുകാരെ, ബഹുമാന മാധ്യമക്കാരെ, ഒരു കോടതി ശിക്ഷിക്കാൻ ആൾക്ക് എൻറോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ? വക്കീലായിട്ട് പറ്റുമോ? ഒരു വക്കാലത്തിൽ ഒപ്പിട്ട് കൊടുക്കാൻ പറ്റുമോ? ഒരു കോടതി ശിക്ഷിക്കാൻ വക്കീലിന് പറ്റുമോ? ഞാൻ ജനങ്ങളുടെ ഒപ്പമാണ്. ഞാൻ ജനങ്ങളുടെ ഒപ്പം UDF-നൊപ്പമാണ്. എന്റെ വിലപ്പെട്ട സമയമാണ് ഇതിൽ കൂടി കളയുന്നത്. തീർച്ചയായും ഇതിനകത്ത് ഉണ്ടാകുന്ന മാനസികമായും ശാരീരികമായുള്ള ആഘാതത്തിന് ഇതിന്റെ നോട്ടീസ് ഇറക്കി ഉത്തരവാദിത്തം പറയണം. നിയമപരമായി അവരെ നിയമത്തിന് മുന്നിൽ ഞാൻ കൊണ്ടുവരും. ഞാനൊരു അഭിഭാഷകനാണ്. തീർച്ചയായും നിയമപരമായി അവരും കൊണ്ടുവരും. ഇന്ന് ഇപ്പോൾ DYSP ഓഫീസിൽ വന്ന പ്രതികളെ ഇറക്കിക്കൊണ്ട് പോയവർക്കെതിരെ അതിന് നടപടി എടുക്കേണ്ടതായിട്ട് ഉത്തരവ്. ഞാൻ ഇലക്ഷൻ കമ്മീഷന് DYSP-ക്കെതിരെയും SHO-ക്കെതിരെയും പരാതി കൊടുക്കും. ഇന്ന് തന്നെ കൊടുക്കും. ചിറ്റയും ഗോപകുമാറാണ് ഇതിന്റെ എല്ലാം പിന്നിൽ. അല്ല വേറെ ആരുമല്ല. വികാരാധീനനായി പ്രതികരിക്കുകയാണ് ശാന്തകുമാർ. വ്യാജ നോട്ടീസ് പ്രചരിപ്പിച്ച് തന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. താൻ കൊലക്കേസ് പ്രതിയാണ് എന്ന് പ്രചരിപ്പിക്കുകയാണ് എന്നാണ് ശാന്തകുമാറിന്റെ ആരോപണം. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പിൽ കരയുകയാണ്. അതേസമയം കൃത്രിമമായ സെൻസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി, കൃത്രിമമായ സെന്റിമെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ തന്നെ നോട്ടീസ് അടിച്ച് പ്രചരിപ്പിച്ചതാണെന്നായിരുന്നു അല്പം മുമ്പ് ചിറ്റയം ഗോപകുമാർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ വെച്ച് മീഡിയ വണ്ണോട് പറഞ്ഞത്. അതേസമയം താൻ ജനിച്ചു വളർന്ന നാട്ടിൽ തനിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തുകയാണ് LDF എന്നാണ് ശാന്തകുമാർ ആരോപിക്കുന്നത്. പലരും തെറ്റിദ്ധരിക്കുന്നതുകൊണ്ട് അതാണ് നിങ്ങളോട് പലരും ചോദിക്കുന്നുണ്ട്. പറ്റുമോ? ഒരു വക്കാലത്തിൽ ഒപ്പിട്ട് കൊടുക്കാൻ പറ്റുമോ? ഒരു കോടതി ശിക്ഷിക്കാൻ വക്കീലിന് പറ്റുമോ? ശിക്ഷിക്കപ്പെട്ട പ്രതിയാണെന്നാണ് പറയുന്നത്. ഒരു കോടതി എന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്റെ നിലവിൽ ഒരു കേസ് പോലും എനിക്കില്ല. പട്ടികജാതിക്കാരനായി എന്നെ ആക്ഷേപിക്കാൻ, എന്റെ കണ്ണന്റെ ജീവൻ ഇല്ലാതാക്കിയ പോലെ, MG കണ്ണനെ ഇല്ലാതാക്കിയ പോലെ എന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. ഇതേ തെരഞ്ഞെടുപ്പിൽ MG കണ്ണനും ഇവിടെ ഇരുന്നു, ഞാനും ഇവിടെ ഇരുന്നു. ഇതുവരെ സ്ഥിരം പദവിയായി മാറ്റിയിരിക്കുകയാണ്. വളരെയധികം സങ്കടമുണ്ട്. തെരഞ്ഞെടുപ്പാണ്, ജനാധിപത്യമാണ്. ജനങ്ങൾ തീരുമാനിക്കട്ടെ ആര് ജയിക്കണം, ആര് തോക്കണം. ഞാൻ അതിനെ അംഗീകരിക്കുന്ന ആളാണ്.